നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. കൃഷിയിറക്കാതെ തരിച്ചിട്ടിരുന്ന കുട്ടനാട്ടിലെ റാണി, ചിത്തിര, മാർത്താണ്ഡം കായൽ നിലങ്ങളിൽ കൃഷിയിറക്കാൻ തീരുമാനം. കൈനകരിയിൽ BJPയുടെ കൊടിമരങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. അനാഥമായ വായനശാല, ചിതലരിച്ച അക്ഷരങ്ങൾ. വേഴപ്ര പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 9ാം സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തിരുവനന്തപുരത്തായിരുന്നു സമ്മേളനം. ദൃശ്യമാധ്യമ രംഗത്തെ കുത്തകകളുടെ കൈയടക്കലിനെതിരെ ശക്തമായ ജനകീയ ബദലായാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിലകൊള്ളുന്നത്. 286 പേർ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ, ജനറൽ സെക്രട്ടറി ബിനു ശിവദാസൻ, ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവർ പുതിയ ഭാരവാഹികളാകും. സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് K ലതീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. കുട്ടനാട്ടിലെ റാണി, ചിത്തിര, മാർത്താണ്ഡം കായൽ നിലങ്ങളിൽ കൃഷിയിറക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച് ആലപ്പുഴ കളക്ടർ N പത്മകുമാറിന്റെ ചേംബറിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബർ മാസത്തിൽ കൃഷിയിറക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കർഷകർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ അംഗങ്ങളായുള്ള സമിതിയെ നിയോഗിച്ചു. കൃഷിയിറക്കുന്നത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന് മുന്നോടിയായി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കായൽ നിലങ്ങൾ സന്ദർശിക്കും. വർഷങ്ങളായി കൃഷിയിറക്കാതിരുന്ന പാടശേഖരത്തിൽ കൃഷിക്കായി സന്നദ്ധത പ്രകടിപ്പിച്ചത് ജോസ് ജോൺ എന്ന കർഷകനാണ്. ബുധനാഴ്ച രാത്രി 12 മണിക്ക് ശേഷം കൈനകരി തോട്ടുവാത്തല പ്രദേശത്ത് BJPയുടെ കൊടിമരങ്ങൾ നശിപ്പിച്ചതായി പരാതി. കൈനകരി ജംഗ്ഷൻ, തോട്ടുവാത്തല പാലം, ആലക്കാട് ജംഗ്ഷൻ, വായനശാല എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത്. തോട്ടുവാത്തല പാലത്തിൽ നിന്നും BJPയുടെ കൊടിത്തോരണങ്ങൾ നശിപ്പിച്ച് CPM പ്രവർത്തകർ കൊടി ഉയർത്തിയതായി BJP പഞ്ചായത്ത് പ്രസിഡന്റ് KR മോഹനൻ പറഞ്ഞു. ഇതിനെതിരെ പുളിങ്കുന്ന്, നെടുമുടി പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ നിലനിൽക്കെയാണ് CPMന്റെ ധിക്കാരപരമായ നടപടി. പോലീസ് ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു 10-45ഓളം കൊടികളും കൊടിമരവും എല്ലാം രാത്രികാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷേ CPMന്റെ കൈകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ആദ്യമേ തന്നെ മുതലായി കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യമേ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സുധിമോനും അതുപോലെ തന്നെ രതീഷ് എന്ന് പറയുന്ന ആൾ, ചേട്ടപ്പൻ എന്നാണ് അയാളെ വിളിക്കുന്നത്, അത് ഗോമേന്ദ ജെട്ടിയിൽ ഞങ്ങൾ ആറ്റുതീരത്ത് വെച്ചിരുന്ന കൂടി അന്ന് നശിപ്പിക്കപ്പെട്ടു. അന്ന് അവർക്കെതിരായി പുളുങ്ങുന്ന പോലീസ് സ്റ്റേഷൻ പരാതിപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷം 5 സ്ഥലങ്ങളിൽ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകർ വെച്ചിരുന്ന കൊടിയും കൊടിമരവും നശിപ്പിക്കപ്പെട്ടു. ഇത് ബോധപൂർവമായി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നാട്ടിൻപുറത്ത് ക്രമസമാധാനത തകരും. നമ്മൾ പറയുന്നത് അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലാത്ത പക്ഷം വ്യാപകമായ പ്രക്ഷോഭ സമരങ്ങളുമായി BJPയും സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് പോകുമെന്ന്. 50ലേറെ വർഷത്തെ പാരമ്പര്യമുണ്ട് വേഴപ്ര പബ്ലിക് ലൈബ്രറിക്ക്. ദിവസേന 100ലേറെ വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ എടുക്കാനും പത്രപാരായണത്തിനുമൊക്കെയായി ഈ വായനശാലയിൽ എത്തിയിരുന്നു. അക്ഷരവൈരികളുടെ രാഷ്ട്രീയ അല്പത്തരമാണ് നമ്മുടെ നാട്ടിലെ വായനശാലകൾ അന്യം നിന്ന് പോകുവാനുള്ള കാരണം. നിലപാടുകൾ മാറ്റേണ്ടത് അവരാണ്. കാരണം അക്ഷരങ്ങൾക്ക് ഒന്നും സംഭവിക്കുവാനില്ല. ഒരിക്കലും ക്ഷയിക്കാത്തവയാണ് അക്ഷരങ്ങൾ. ഒരു കാലത്ത് വേഴപ്രയുടെ ഹൃദയഭാഗമായിരുന്ന ചന്തയിലാണ് വായനശാല പ്രവർത്തിച്ചു വന്നത്. എന്നാൽ കഴിഞ്ഞ 15ഓളം വർഷമായി ലൈബ്രറിയുടെ പ്രവർത്തനം നിലച്ചു. അക്കാലത്തെ യുവാക്കളുടെ നിസ്വാർത്ഥതയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി രൂപം കൊണ്ട വായനശാലയിലൂടെ അറിവ് സമ്പാദിച്ച് വളർന്നവർ അനവധിയാണ്. ഒരു നാടിന്റെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും സാഹിത്യ ചിന്തകൾക്കും ഊർജ്ജം പകർന്ന
10,000-ന് മുകളിൽ പുസ്തകങ്ങളാണ് ചിതലരിച്ച് ഇവിടെ നശിക്കുന്നത്. കർമ്മവിശുദ്ധിയുടെ ഇതിഹാസം സൃഷ്ടിച്ചവരോട് അനന്തര തലമുറ കാട്ടിയ അനാദരവ് സമൂഹത്തിന്റെ ജീർണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വായനശാലയ്ക്കായി TV വാങ്ങാനും പുനരുദ്ധാരണത്തിനുമൊക്കെയായി നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് മുങ്ങിയവർ, സർക്കാർ ഗ്രാന്റിനു വേണ്ടി മാത്രമായി പ്രവർത്തനങ്ങളെ ഒതുക്കിയവർ, ജീവിതത്തിൽ ഇന്നേവരെ ഒരു പുസ്തകവും തീർത്തു വായിച്ചിട്ടില്ലാത്ത ചോട്ടാ നേതാക്കൾ, ഇവരൊക്കെയാണ് ഈ വായനശാലയുടെ നാശത്തിന്റെ കാരണക്കാർ. കാലത്തിന് മായ്ക്കാനോ മറയ്ക്കാനോ കഴിയാത്ത സംഭവ പരമ്പരകളുടെ സാക്ഷിയായി നിന്ന് ഉദ്ബുദ്ധതയുടെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചം പകർന്ന വായനശാലകൾ നമുക്ക് അന്യമാവുകയാണ്. അക്ഷര കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നിലപാടുമൊക്കെ ഉണ്ടാക്കിത്തന്ന വായനശാലകൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. മലയാളത്തിന്റെ മഹിമയാർന്ന അക്ഷരക്കൂട്ടുകളാണ് ഈ വായനശാലയിൽ അനാഥമാകുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന നീലമ്പേരൂരുകാരനായ കുട്ടനാട്ടുകാരനായ PN പണിക്കരുടെ ആശയങ്ങളും ഇവിടെ അനാഥമാകുന്നു. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം, അറിവതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് അറിവ് തിരയാൻ വായനശാലകളില്ല, ഗ്രന്ഥശാലകളില്ല. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCB ന്യൂസ്. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തൊഴിലുറപ്പ് തൊഴിലാളികളെ സർക്കാർ നിരന്തരം കബളിപ്പിക്കുകയാണെന്ന് CB ചന്ദ്രബാബു പറഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് യൂണിയൻ CITU ആലപ്പുഴയിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ഈ മാസം 15-ന് നടക്കുന്ന സമ്പൂർണ്ണ കോൺഗ്രസ് കൺവെൻഷനിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് 5000 പേർ പങ്കെടുക്കുമെന്ന് DCC നേതൃത്വം പറഞ്ഞു. പ്രസിഡന്റ് AA ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. നിർത്തിയിട്ട മിനിലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. നെടുമുടി സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ പുന്നപ്പുറ തെക്ക് വെളുത്തെടുത്തുപറമ്പ് കൃഷ്ണന്റെ മകൻ VK ബിജുവാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബുധനാഴ്ച രാത്രി 7:30ഓടെയാണ് അപകടം നടന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൈനഗിരി ജംഗ്ഷന് കിഴക്ക് വശത്തായിരുന്നു അപകടം. സംഭവസ്ഥലത്തെത്തിയ ഹൈവേ പോലീസ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മിനിലോറി അപകടകരമായ വിധത്തിൽ നിർത്തിയിട്ടതാണ് അപകട കാരണമെന്ന് ഹൈവേ പോലീസ് പറഞ്ഞു. മൃതദേഹം നെടുമുടി പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വച്ചു. ജില്ലാ പോലീസ് മേധാവി ഉമാമീണ, DYSP ശ്രീകുമാർ, സഹപ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ അന്തിമോപചാരമർപ്പിക്കാൻ നെടുമുടി സ്റ്റേഷനിൽ എത്തി. 3 മണിയോടുകൂടി സ്വദേശമായ പുന്നപ്രയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ലതയാണ് ഭാര്യ. മക്കൾ അർജുൻ, അരവിന്ദ്. ഔഷധ വ്യാപാര സ്ഥാപനങ്ങളുടെ ഡ്രഗ്സ് ലൈസൻസ്, പോയ്സൺ ലൈസൻസ്, പോയ്സൺ പെർമിറ്റ് എന്നിവ പുതുക്കണമെന്ന് എറണാകുളം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. യഥാസമയം പുതുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിവിധ വകുപ്പ് മേധാവികൾക്കും ദുരന്ത നിവാരണ കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള നോഡൽ ഓഫീസർമാർക്കുമായി ഫെബ്രുവരി 14-15 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കളക്ടറേറ്റിൽ നടക്കുന്ന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ പേര്, ഉദ്യോഗപേര്, മൊബൈൽ നമ്പർ എന്നിവ കളക്ടറേറ്റിൽ അറിയിക്കണം. രാമങ്കരി 7-ാം നമ്പർ SNDP ശാഖായോഗം വക ഗുരുമന്ദിരത്തിലെ കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന മോഷണം. ബുധനാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് ശാഖായോഗം ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ ഗുരുമന്ദിരത്തിലെത്തിയ ചിലരാണ് മോഷണം നടന്ന വിവരം സെക്രട്ടറിയെ അറിയിക്കുന്നത്. തുടർന്ന് ശാഖാ ഭാരവാഹികൾ ഗുരുക്ഷേത്രത്തിലെത്തുകയും രാമങ്കരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കോഴഞ്ചേരിയിൽ 55 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയ കോട്ടയം താഴത്തങ്ങാടി ഇരുത്തിക്കൽ സ്വദേശി പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴഞ്ചേരിയിലെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ചെക്ക് ലീഫ് അപഹരിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 55 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നതെന്ന് കോഴഞ്ചേരി പോലീസ് സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴിയിലെ ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും ജനുവരി 29-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഫെബ്രുവരി 12-ന് കോട്ടയം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. മുംബൈയിൽ സ്ഥിരതാമസക്കാരനായ കോഴഞ്ചേരി നാനം സ്വദേശി ബിജു എബ്രഹാമിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. യുവജനക്ഷേമ ബോർഡിന്റെയും നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷന്റെയും നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. വിവരാവകാശ പ്രവർത്തകരുടെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഈ മാസം 15-ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കേരള NGO യൂണിയൻ 51ാമത് കുട്ടനാട് ഏരിയ സമ്മേളനം മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ സമീപം നടന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PB ജഗദീഷ് ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി.
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. 10ാം ക്ലാസ് ജയിക്കുന്ന എല്ലാവർക്കും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കോട്ടയം തിരുനക്കര മൈതാനത്ത് ഹയർ സെക്കൻഡറി കോട്ടയം മേഖല ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ കുട്ടികൾക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടാൻ നിലവിൽ അവസരമുണ്ട്. ഇനി 12ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ സൌകര്യം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളന ഉദ്ഘാടനം വനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് അനുവദിച്ചില്ല. 3 മാസത്തിലധികമായി ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളികൾക്ക് കൂലി മുടങ്ങിയിട്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 22 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. തൊഴിലുറപ്പ് മിഷൻ സംസ്ഥാന ഓഫീസിലെ അക്കൌണ്ടിലേക്ക് മാസങ്ങളായി കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 45 കോടി രൂപ ആവശ്യമാണെന്നിരിക്കെ 6 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ച തുകയിൽ 95% ഏറെ ചിലവഴിച്ച് അടുത്ത ഗഡുവിന് യോഗ്യത നേടിയിട്ടുണ്ട്. മുമ്പ് അതാത് ജില്ലയ്ക്ക് തുക അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കുമുള്ള പണം ഏകീകൃത അക്കൌണ്ടിലേക്കാണ് വരുന്നത്. ഈ അക്കൌണ്ടിലേക്ക് പണം വരുന്ന മുറയ്ക്ക് ഏത് പഞ്ചായത്തിനും റിപ്പോർട്ട് സമർപ്പിച്ച് പണം സ്വീകരിക്കാം. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതിനാൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഓരോ ജില്ലയിലും ചിലവഴിക്കാതെ ബാക്കിയുള്ളവ സ്വരൂപിച്ച് ഏകീകൃത അക്കൌണ്ടിൽ നിക്ഷേപിക്കാനാണ് സംസ്ഥാന മിഷന്റെ തീരുമാനം. എന്നാൽ ഇത് 2 കോടി രൂപയോളം മാത്രമേ വരുന്നുള്ളൂ. ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ച് കാത്തിരിക്കുന്ന പഞ്ചായത്തുകൾക്ക് പോലും ഈ തുക മതിയാവില്ല. ജോലി ചെയ്താൽ 14 ദിവസത്തിനകം പണം നൽകണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിഷ്കർഷിക്കുന്നു. എന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂലിക്കായി കാത്തിരുന്ന് മടുത്ത് സമരങ്ങളിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പയുടെ പലിശയിളവ് ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഫെബ്രുവരി 28 വരെ സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. നേരത്തെ സമർപ്പിച്ച അപേക്ഷ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുമൂലം നിരസിക്കപ്പെട്ടവരും അപേക്ഷിക്കാതിരുന്നവരുമായ BPL വിഭാഗക്കാർക്കും 3 ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള APL വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. 2004 ഏപ്രിൽ 1 മുതൽ 2009 മാർച്ച് 31 വരെ വിദ്യാഭ്യാസ വായ്പയെടുത്ത തൊഴിൽ രഹിതർക്കാണ് പലിശയിളവ് ലഭിക്കുക. ഇതിനായി ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷയും ഒരു പകർപ്പും കളക്ടറേറ്റിലെ ഫിനാൻസ് വിഭാഗത്തിൽ നൽകണം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ യുവജന ജാഗ്രത യാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നാടകം നടത്തി. മങ്കൊമ്പ് ജംഗ്ഷനിൽ നടന്ന നാടകം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മദ്യപാനവും വ്യക്തിയിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിളിച്ചോതുന്നതായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഗവൺമെന്റ് സർവീസ് ജീവനക്കാരും യുവജാഗ്രത യാത്രയിൽ പങ്കെടുത്തു. പാവം പ്രാണിക്ക് ഒരു നാശവുമില്ല. അല്ലെങ്കിൽ
അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുണ്ട്. മഴക്കാല പൂർവ്വരോഗ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനം. ആലപ്പുഴ ജില്ലാ കളക്ടർ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അത് ഒരു ചവിട്ടുപടിയായി നിന്നുകൊണ്ട് അതിൽ നിന്നും എത്രമാത്രം ഇനിയും എന്നിട്ടും ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി. അതുകൂടെ ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ ഒരു പ്ലാനിങ് നടത്തണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുകയും അതനുസരിച്ചാണ് ഇന്ന് അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടി ആരംഭിച്ച് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി. മഴക്കാലത്തിനു മുൻപ് വിവിധ സർക്കാർ വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. കൊതുകുകളെ ഉറവിടത്തിൽ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ആശുപത്രികൾ എന്നിവ വൃത്തിയാക്കും. യോഗത്തിൽ ADM KP തമ്പി, NRHM പ്രതിനിധികൾ, വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ജനുവരി മാസത്തെ പത്രപ്രവർത്തക പെൻഷൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ കോട്ടയം മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നിന്ന് 13 മുതൽ വിതരണം ചെയ്യുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ A ഹക്കീം അറിയിച്ചു. കർഷക തൊഴിലാളികളുടെയും വിധവകളുടെയും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും പെൻഷൻ 500 രൂപയായി ഉയർത്തണമെന്ന് പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി തിരുമല ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവവും മഹാശിവരാത്രി അമ്മൻകുട മഹോത്സവവും ഫെബ്രുവരി 17 മുതൽ മാർച്ച് 7 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ 2 ക്ഷേത്രമാണ്, 2 തന്ത്രിമാരുണ്ട്, 2 മേൽശാന്തിക്കാരുണ്ട്, 2 രീതിയിലുള്ള ആചാരങ്ങളും പൂജകളും ഉണ്ട്. ഇവിടെ ഉമാമഹേശ്വര നടയിൽ കൊടി കയറുമ്പോൾ അപ്പുറത്ത് ദേവീ നടയിൽ കാൽനാട്ട് കടമോ. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളെക്കാളും വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കൊടി കയറി 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഇവിടെ 12 ദിവസത്തെ ഉത്സവത്തോടു കൂടിയാണ് ഉത്സവം പരിസമാപിക്കാറുള്ളത്. ഈ ക്ഷേത്രം, ഇവിടുത്തെ വിശ്വാസങ്ങൾ, ഇവിടെ ചുറ്റുപാടുള്ള എല്ലാ വിഭാഗത്തിലുള്ള നാട്ടുകാർ, ജാതി മത ഭേദമന്യേയുള്ള എല്ലാ നാട്ടുകാരുടെയും വളരെ സഹായ സഹകരണം, ഭക്തി നിർഭരമായ സാന്നിധ്യം എല്ലാം നമ്മൾക്ക് വളരെ അനുഭവങ്ങളാണ്. 17-ാം തീയതി രാവിലെ 7-നും 7:20-നും മധ്യേ തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലം N നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കും. തുടർന്ന് പഞ്ചകലശ പൂജയും മഹാപ്രസാദമൂട്ടും നടക്കും. ആറാട്ട് ദിവസമായ 26-ാം തീയതി ബുധനാഴ്ച ക്ഷേത്രപൂജകൾക്ക് ശേഷം വൈകുന്നേരം 5:30-ന് കൊടിയിറക്കും. 6:30-ന് തൃക്കണ്ണാപുരം ശ്രീകണ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് വരവ് ആരംഭിക്കും. തുടർന്ന് രാത്രി 10:30-ന് കാപ്പുകെട്ട്, വിൽപ്പാട്ട് എന്നിവ നടക്കും. 27-ാം തീയതി ശിവരാത്രി നാളിൽ രാവിലെ ഹിഡുമ്പൻ പൂജയ്ക്ക് ശേഷം കാവടിയാട്ടം, കുംഭകൂടം, ഊർകുംഭകൂട വരവ്, രാത്രി 12-ന് മഹാശിവരാത്രി പൂജയും തുടർന്ന് ശക്തികരകം അഗ്നിപ്രവേശനത്തോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. പുലർച്ചെ 4-ന് പടുക്കപ്പൂജ, ആഴിപൂജ, മഞ്ഞനീരാട്ട്, ഊരുചുറ്റൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം പൊങ്കൽ പൂജയും ഗുരുസിയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് K ദേവരാജൻ, MB രാജേഷ്, TV രവീന്ദ്രൻ, KG രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വേലൻ മഹാസഭ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തും. രാവിലെ 9-ന് EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും. ചരമവാർത്തകൾ. മാമൂട് കോതേലിത്തറ വീട്ടിൽ കുഞ്ഞമ്മ തോമസ് നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 2-ന് മാമൂട് ലൂർദുമാത ദേവാലയ സെമിത്തേരിയിൽ. കായൽപ്പുറം തുറവശ്ശേരി തെക്കേ വയലാറ്റ് വീട്ടിൽ ത്രേസ്യാമ്മ ചെറിയാൻ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10-ന് കായൽപ്പുറം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. കൃഷിയിറക്കാതെ തരിശിട്ടിരുന്ന കുട്ടനാട്ടിലെ റാണി, ചിത്തിര, മാർത്താണ്ഡം കായൽ നിലങ്ങളിൽ കൃഷിയിറക്കാൻ തീരുമാനം. കൈനകരിയിൽ BJPയുടെ കൊടിമരങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. അനാഥമായ വായനശാല ചിതലരിച്ച അക്ഷരങ്ങൾ. വേഴപ്ര പബ്ലിക് ലൈബ്രറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.